മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി 10-12 വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത ആളുകളെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മനപ്രയാസങ്ങൾ പറയാറുണ്ട്, അവരുടെ ആവലാതികൾ പറയാറുണ്ട്. അവർക്ക് ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചാലും ഈ ഒരു കാരണത്താൽ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്കറിയാം, അവരുടെ കുടുംബങ്ങളിൽ ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നു. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പരിഹാരം നമ്മൾ നിറവേറ്റിയാൽ, ആ പരിഹാരം വേണ്ടതുപോലെ നല്ല നീയത്തോടുകൂടി നമ്മൾ ചെയ്താൽ നമുക്ക് അല്ലാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ അൻസ്വാരിയായ ഒരു സ്വഹാബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇതുവരെയായി ഒരു കുട്ടി ഉണ്ടായില്ല നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? വലിയ വിഷമത്തിലാണ് നബിയേ, വലിയ ബുദ്ധിമുട്ടിലാണ് നബിയേ, ഒരുപാട് വർഷങ്ങളായി നബിയേ, ഇതുവരെയായിട്ടും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ സാധിച്ചിട്ടില്ല നബിയേ, എനിക്കൊരു പരിഹാരം പറഞ്ഞു തരൂ നബിയേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണോ, ഇസ്തിഗ്ഫാറും ദാനധർമ്മവും വർദ്ധിക്കാറില്ലേ? വർദ്ധിച്ചാ നിനക്ക് കുഞ്ഞ് പിറക്കുമല്ലോ. ആ സ്വഹാബി പിന്നീട് ദാനധർമ്മങ്ങളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിച്ചു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അയാൾക്ക് 9 ആൺമക്കൾ പിറന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, ദാനധർമ്മങ്ങൾ വർദ്ധിക്കാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ. നല്ല നീയത്തോടുകൂടെ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന സമയത്ത് അതാ നല്ല നീയത്ത് മനസ്സിൽ കൊണ്ടുവരണം. അതാ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു നല്ല നീയത്തോടുകൂടെ കൊടുത്താൽ അല്ലാഹു നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന